പശ്ചിമേഷ്യൻ സംഘർഷം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന വന്നതോടുകൂടി സമാധാന കരാറിലേക്ക് എത്താൻ പോകുന്ന സൂചന വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില കുറഞ്ഞു. ആ കുറഞ്ഞ ഉടനെ ഇന്ത്യയിൽ വീണ്ടും എണ്ണവില കൂട്ടുന്നതിന്റെ യുക്തി എന്താണ്? ഓയിൽ കമ്പനീസ് ഈ വില നിശ്ചയിക്കുന്നത് 15 ദിവസത്തിന്റെ ഒരു റേഷ്യോ എടുത്തിട്ടാണ്. അപ്പൊ ഇന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ലോജിക് അത്രേ ഉള്ളൂ. 15 ദിവസം മുൻപത്തിന്റെ തൊട്ട് ഇന്ന് വരെയുള്ള എടുത്തിട്ടാണ് അവർ ആ റേറ്റിലേക്ക് വരുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കണം വെച്ചാൽ നേരത്തെ തന്നെ പല ചാനൽസിലൊക്കെ സാധാരണക്കാർ തന്നെ അവർ പറയുന്നുണ്ട്, ഇത് നമുക്കറിയാം, ഇത് എന്താ പറയുക, യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, ആ യുദ്ധം മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വരും എന്നുള്ള രീതിയിൽ അവരും സംസാരിക്കുന്നുണ്ട്. 100 രൂപയാണ് ഒരു ലിറ്ററിന് ഒരു പെട്രോളിന് ഒരു ബാരോമീറ്റർ എടുക്കുകയാണെങ്കിൽ അത് ഈ യുദ്ധം കഴിഞ്ഞപ്പം UAE പോലത്തെ രാജ്യത്ത് 145, അമേരിക്ക പോലത്തെ രാജ്യത്ത് 150 ഒക്കെ പോയപ്പോൾ നമ്മൾ ഇന്ന് ഒരു 109, 108 രൂപയുടെ ഒരു ഇൻക്രീസ് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളെ പിടിച്ചുന്നത്? ആ ഗവൺമെന്റ് ഇടപെടലിൽ കൂടി തന്നെയാണ്. നിങ്ങൾ പറയുന്നു ലോകത്ത് ഇപ്പോൾ ഏറ്റവും കുറച്ച് എണ്ണവില പെർസെന്റേജ് ശതമാന കണക്ക് നോക്കിയാൽ 3 മാസത്തിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം എണ്ണവില കൂട്ടിയത് ഇന്ത്യയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന ശതമാനം എണ്ണവില കൂട്ടിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതെന്താണ് പറയാത്തത്? അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും 110 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇപ്പോൾ അമേരിക്കയാണല്ലോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടുത്തെ എണ്ണവിലയിൽ ഉണ്ടായ വർധന 36%. ഇന്ത്യയിലേത് 63%. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് പറയുന്നത്, BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മാം, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് മറുചോദ്യം ചോദിക്കുകയാണ്. അമേരിക്ക എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യ എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെന്താണ് മാം പറയാത്തത്? ഒരു സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തിന് അത്ര ശതമാനം കൂട്ടേണ്ടി വന്നു. 15% മാത്രം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ് സാർ? രാജ്യത്തിന് അത്ര ശതമാനം കൂട്ടേണ്ടി വന്നു. പ്രധാനമന്ത്രി പറയുന്നത് 15% മാത്രം ഓയിൽ പ്രൊഡ്യൂസ് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ് സാർ? ഞാൻ പറഞ്ഞുതരാം മാം, അതിന്റെ ഉത്തരം എന്റെ ഉണ്ട്. ആഭ്യന്തരമായിട്ട് നമുക്ക് ഉൽപ്പാദനം ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് വേണം. അത് നടന്നില്ല, നമ്മളെ ഇല്ലെങ്കിൽ അതില്ല. അതല്ല ഉദ്ദേശം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റ് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടുള്ള സോളാർ പവർ എനർജി അത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആഭ്യന്തര ഉൽപാദനം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ 2015-16 36.9 മില്യൺ മെട്രിക് ടൺ ആയിരുന്നെങ്കിൽ അതിപ്പോൾ അത് കുറഞ്ഞ് 28.7 മില്യൺ മെട്രിക് ടൺ ആയി മാറിയെന്ന് കോൺഗ്രസ് പറയുന്നു. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഈ യുദ്ധം തുടങ്ങുന്ന സമയം, ഈ തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അതിനെക്കാട്ടി ഇപ്പൊ ചില റിഫൈനറീസ് ഒക്കെ 110% ഔട്ട്പുട്ട് രീതിയിലാണ് പോകുന്നുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു കണക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2015-2026 എനിക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് ക്രൂഡ് ഇറക്കുമതി 80.6% നിന്ന് 89.4% ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം. താങ്കൾ പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ആഭ്യന്തര ഉൽപാദനം കൂട്ടിയെന്ന്. എത്ര ശതമാനം കൂട്ടി? എനർജി റിക്വയർമെന്റ് കൂടുന്നത് ഒരു എക്കോണമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് എനർജി റിക്വയർമെന്റ് കൂടും. ഇന്ന് ഏറ്റവും കൂടുതൽ എനർജി റിക്വയർമെന്റ് ഉള്ള ഒരു രാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ എനർജി റിക്വയർമെന്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ ആഭ്യന്തര ഉൽപാദനവും മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് എടുക്കേണ്ടി വരും. ഒരു 10-20 വർഷം മുമ്പ് എടുത്തിട്ടുള്ള രീതിയിലുള്ള എനർജി റിക്വയർമെന്റ് അല്ല ഇന്ന്. അപ്പൊ അന്നത്തെ ഒരു കമ്പാരിസൺ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.